പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ദൈവദാസന് ദൈവസഭയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. വലിയ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം, ശേഷം എൻ്റെ സഹോദരി കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നതിൽ. പ്രത്യേകിച്ചൊരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ പലരും വന്ന് പരിചയപ്പെട്ടു, പലർക്കും എന്നെ അറിയാമെന്ന് തോന്നുന്നു. അടുത്ത ചില ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ നിങ്ങളോടൊപ്പം ഉണ്ട്, കൂടുതൽ പരിചയപ്പെടുവാനും ഒക്കെ അവസരം ലഭിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. സമയം വളരെ നമുക്ക് പരിമിതമായൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ അധികം ദീർഘിപ്പിക്കുന്നില്ല, മുഖവര പറഞ്ഞ്. ഞാൻ ഈ സഭയെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം വേദപുസ്തക പഠനത്തിന് ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഈ സഭയുടെ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഒരു അനുഭവം തുടരുന്ന സഭയാണ്. വേദപഠനത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ്. അതിൽ സന്തോഷമുണ്ട്. ഇവിടുത്തെ ജീവിതം വലിയ തിരക്കുള്ള ജീവിതമാണെന്നറിയാമെങ്കിലും ആർത്തിയോടെ അധികം പേരൊന്നുമില്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ. പക്ഷേങ്കിൽ ഇത് വാച്ച് ചെയ്യുന്ന ധാരാളം പേരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ചർച്ചിലും മാധ്യമത്തിലൂടെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ വന്ദനം ചെയ്യുന്നു. ഞാൻ ദേവദാസനോട് ചോദിച്ചിരുന്നു ഈ ക്ലാസ് എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുക എന്ന്. പൊതുവെ ക്ലാസ്സുകൾ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഒരു അക്കാഡമിക് തലത്തിൽ ക്ലാസ് എടുക്കാം, ഒരു ആത്മീയ ധ്യാനം എന്ന നിലയിൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു സമന്വയിപ്പിച്ചാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്ററാക്റ്റീവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെയുള്ള ക്ലാസ്സുകളാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു ഓൺലൈനിൽ നമുക്കതിനുള്ള സാഹചര്യമില്ലല്ലോ. ഈ ദിവസങ്ങളിൽ അടുത്ത 4 ആഴ്ച, ഇന്ന് മുതൽ 4 ആഴ്ച തിങ്കളാഴ്ചയിൽ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തെക്കുറിച്ചൊരു പഠനമാണ്. നിങ്ങൾ വചനം പഠിച്ചിട്ടുള്ളവരും പഠിക്കുന്നവരും ഒക്കെ ആയതുകൊണ്ട് ക്ലാസ്സുകൾ നമുക്ക് ഒരുമിച്ചുള്ളൊരു പഠനമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും വായിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. 1 Thessalonians chapter 1. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അധികാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്നും അവർ തന്നെ പറയുന്നു. താങ്ക് യു. തെസ്സലോനിക്ക ലേഖനം നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനാൽ രചിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. ഈ ലേഖനം എഴുതുന്നത് തെസ്സലോനിക്ക സഭയ്ക്കാണ്. തെസ്സലോനിക്ക സഭ എങ്ങനെയാണ് രൂപം കൊണ്ടത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ വളരെ വിശദമായി ഈ സഭയുടെ രൂപീകരണത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ താൻ യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നു. ഫിലിപ്പിക്ക് ശേഷം
അടുത്ത ഡെസ്റ്റിനേഷനായിരുന്നു തെസ്സലോനിക്ക. തെസ്സലോനിക്കയിൽ 3 ആഴ്ച എന്നാണ്, 3 ശബത്ത് നാൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇതര വേദഭാഗങ്ങളുമായി നാം ഒന്ന് കമ്പയർ ചെയ്ത് താരതമ്യം പഠിക്കുമ്പോൾ 3 ആഴ്ച അല്ല 3 മാസമെങ്കിലും അവൻ അവിടെ താമസിച്ച് ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. അങ്ങനെ ആ ചുരുങ്ങിയ കാലയളവിൽ സ്ഥാപിക്കപ്പെട്ട പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. എന്നാൽ ആ സഭയിൽ സമാനതകളില്ലാത്ത, ഒരുപക്ഷെ മറ്റ് ഏഷ്യ മൈനറിലുള്ള ഇതര സഭകളെക്കാൾ വളരെയധികം, എഫേസോസിലുള്ള ഇതര സഭകളെക്കാൾ വളരെയധികം പ്രതികൂലം നേരിട്ട ഒരു സഭ കൂടിയായിരുന്നു, പ്രദേശമായിരുന്നു തെസ്സലോനിക്ക. പൗലോസിന്റെ ജീവന് പോലും കനത്ത ഭീഷണി നേരിട്ട് വളരെ അത്ഭുതകരമായിട്ടാണ് താൻ അവിടെ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് താൻ അവിടെ നിന്ന് ബെരോവയിലേക്ക് പോകുന്നു. ബെരോവയിൽ നിന്ന് ഏതൻസിലേക്ക് പോകുന്നു. ഏതൻസിൽ നിന്ന് കൊരിന്തിലേക്ക് പോകുന്നു. അങ്ങനെ കൊരിന്തിൽ വച്ച് പോകുന്ന വഴിയിൽ പൗലോസ് തിമോത്തിയോസിനെ തെസ്സലോനിക്കയിലേക്ക് അയക്കുന്നു. അവിടെയുള്ള ജനത്തിന്റെ ആത്മീയ സ്ഥിതി കാരണം താൻ വലിയ പ്രതികൂലം കണ്ടിട്ടാണ് പ്രാണരക്ഷാർത്ഥം അവിടെ ഓടിപ്പോയതാണ്. അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്നു, പ്രതികൂലത്തിൽ അവരെങ്ങനെ പ്രതികൂലത്തെ നേരിടുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാനൊക്കെ വേണ്ടി തിമോത്തിയോസിനെ അയക്കുന്നു. തിമോത്തിയോസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയപ്പെട്ട ഒരു ലേഖനമാണ് ഈ 1-ാമത്തെ ലേഖനം. അപ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെ സ്ഥിതി അറിയുവാനും അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടാതെ അവർ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നും, അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠനമാണ് കർത്താവിൻ്റെ വരവ്, പ്രത്യാശ. അതിനെക്കുറിച്ചുള്ള ആധികാരികമായ പഠനം കൂടെ നമുക്ക് ഈ വിലപ്പെട്ട ലേഖനത്തിലൂടെ ലഭിക്കുന്നു. അപ്പോൾ പ്രധാനമായും നമുക്ക് തെസ്സലോനിക്കയിലെ പീഡയിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികളുടെ ക്ഷേമം അന്വേഷിക്കുക, അവരുടെ വിശ്വാസം സ്ഥിരപ്പെടുത്തുക. അങ്ങനെ പീഡയിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികൾക്ക് ഒരു പ്രത്യാശ. എന്താണ് പ്രത്യാശ? കർത്താവിന്റെ മടങ്ങി വരവ് എന്ന ഏറ്റവും സുപ്രധാനമായ ബിബ്ലിക്കൽ തീം കൂടെ പ്രസന്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട് നമുക്ക് നൽകപ്പെട്ട ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. നമുക്ക് അതിൻ്റെ സുപ്രധാനമായ എല്ലാ വാക്യങ്ങളും വിശദീകരിച്ച് ആഴത്തിലേക്ക് പോകാൻ സമയമില്ല. പരിമിതമായ സമയം നിന്നുകൊണ്ട് ഏറ്റവും പ്രയോജനമെന്ന് എല്ലാ വേദഭാഗങ്ങളും പ്രയോജനമാണ്. അപ്പോൾ തന്നെ ഏറ്റവും ഈ കോണ്ടെക്സ്റ്റിൽ പ്രധാനമെന്ന് തോന്നുന്ന ചില വാക്യങ്ങൾ ടച്ച് ചെയ്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-3 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാമോ? മുഖവരിയിൽ നാം കാണുന്ന പൗലോസിന്റെ ഇതര ലേഖനങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇൻട്രഡക്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. എന്താണ്? പൗലോസിന്റെ ശുശ്രൂഷയിൽ എല്ലാ സഭകളെ ഓർത്ത്, ദിനരാത്രങ്ങൾ സഭകളെ ഓർത്ത്, ദൈവജനത്തെ ഓർത്ത് നിരന്തരമായി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, എല്ലാറ്റിനായും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വിശദമായി അതിലേക്ക് കടന്നു വരാം. ഏതെല്ലാം വിഷയങ്ങളെ ഓർത്താണ് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം വാസ്തവമാണ്. എന്താ? വ്യക്തികളുടെ ആയാലും ശുശ്രൂഷകന്മാരുടെ ആയാലും സഭയുടെ ആയാലും നിലനിൽപ്പ് എന്ന് പറയുന്നത് നിരന്തരമായ ഫെർവൻ്റായ പ്രാർത്ഥനയാണ്. ഒരു ഭംഗിവാക്കായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ്, ശുശ്രൂഷയുടെ വളർച്ച, സഭയുടെ വളർച്ച അടിസ്ഥാനമായി നിൽക്കുന്നത് പ്രാർത്ഥനയാണ്. അതിൽ നിന്ന് നമുക്ക് പിന്മാറിപ്പോകുവാൻ കഴിയുകയില്ല. ഞാനിപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ പരിമിതികളുണ്ട്, ഇല്ലേ? ഒരു വ്യക്തിക്ക്, നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഒരു ഭംഗിവാക്കായിട്ട് നാം പറയാറുണ്ട്, ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയാറുണ്ട്. പക്ഷേങ്കിൽ അത് നാം ഗൗരവത്തോടെ എടുത്താൽ നമുക്കൊരു വ്യക്തിയൊക്കെ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഓണറാണ്, ഗിഫ്റ്റാണ് നിരന്തരമായി വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ലൈഫിൽ
നമ്മുടെ എല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ്. നമ്മുടെ നിലനിൽപ്പിൻ്റെ ജീവിത അടിസ്ഥാനം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നോട് വന്ന് പറയുന്ന വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരു ദിവസം പോലും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ആ വ്യക്തിയുമായിട്ട് വലിയ കണക്ഷനോ ബന്ധമോ ഒന്നും ഇല്ലായിരിക്കാം, പക്ഷെ അങ്ങനെ പലരെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്കൊരു കടപ്പാടുമില്ലാത്ത ആളുകൾ നമ്മോട് ഒന്ന് പറയാൻ, പാസ്റ്റർ ഐ റിയലി പ്രേ ഫോർ യു, ഒരു ദിവസം പോലും വിടാതെ ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പ്രിയരെ, സ്തോത്രം. നാം ഈ വേദവിഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ പഠനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം നമ്മുടെ ബുദ്ധി വികസിക്കുക എന്നുള്ളതല്ല. അപ്പോൾ തന്നെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ആഴത്തിൽ പറയട്ടെ, സ്തോത്രം, നമ്മുടെ പ്രാർത്ഥന ജീവിതം ഒന്നുകൂടെ ആഴത്തിൽ ഉറപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ അതിൽ പരം അനുഗ്രഹം മറ്റൊന്നുമില്ല. നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നാം സ്നേഹിക്കുന്നവർക്ക് നമുക്കൊരു പക്ഷെ സാമ്പത്തികമായി കടപ്പാടുകൾ ഉണ്ടായിരിക്കാം, കൊടുക്കുവാൻ നമുക്ക് എപ്പോഴും സാധിച്ചില്ല എന്ന് വരാം. എന്നാൽ അത് കുറവ് തീർക്കുവാൻ കണ്ണീരോടെ ആത്മാർത്ഥമായി നമ്മുടെ പ്രൈവറ്റ് റൂമിലും നമ്മുടെ ഏകാന്തതയിൽ നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നമുക്കതിനെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ സാധിക്കും. സ്വർഗം അതിന് റിവാർഡ് ചെയ്യും. നോക്കൂ, പൗലോസ് പറയുന്നു, ഞാൻ നിരന്തരമായി ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തെ അത് സഭകളെ ഓർത്ത് നന്ദി പറയുന്നു. താങ്കിങ് ഗോഡ് ഫോർ എവറിത്തിങ്, എവറി ബിഗ് തിങ്സ് ആൻഡ് സ്മോൾ തിങ്സ്. ഓക്കെ, നന്ദിയുള്ളവരാകുക. ഞാൻ കഴിഞ്ഞ ദിവസം കോൺടെക്സ്റ്റ് ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് ഉള്ളിൽ തട്ടി നാം മറ്റുള്ളവർക്ക് താങ്ക് യു പറയാറില്ലേ? ഉള്ളിൽ തട്ടി താങ്ക് യു പറയാറില്ലേ? അല്ലേ? വാസ്തവത്തിൽ നാം ഒരാളോട് നമ്മുടെ ഉള്ളിൽ തട്ടിയുള്ള നന്ദി പറയുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. ഞാൻ ഇന്ന് ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങി എൻ്റെ ഇമിഗ്രേഷൻ വിസ സ്റ്റാമ്പ് ചെയ്തു. ആ സമയം നമുക്കറിയാമല്ലോ. സ്റ്റാമ്പ് ചെയ്ത ഓഫീസറോട് താങ്ക് യു പറഞ്ഞു. പക്ഷെ എൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഒരു കൂട്ടാക്കിയില്ല. അവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഔട്ട് ഓഫ് ദാറ്റ് റെസ്പെക്റ്റിലാണ് കൊടുത്തത്. പക്ഷെങ്കിൽ ദാറ്റ് പേഴ്സൺ വാസ് നോട്ട് കെയറിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മൾ മനസ്സ് തുറന്ന് ഒരാൾക്ക് നന്ദി പറഞ്ഞാൽ ദാറ്റ് മീൻസ് എ ലോട്ട്. നിശ്ചയമായും കർത്താവിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും നമ്മൾ താങ്ക്ഫുൾ ആയിരുന്നതിൻ്റെ ഗുണം എന്നാണെന്നറിയാമോ? നമുക്ക് പിന്നെ ഒന്നിനെക്കുറിച്ച് പരാതി പറയേണ്ടി വരത്തില്ല. ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു വലിയ ജയം എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാമോ? അത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ പരാതി പറയത്തില്ല. ലൈഫിൽ ഒത്തിരി ലിമിറ്റേഷൻസ് കാണും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരുപക്ഷെ മറുപടി കിട്ടിയെന്ന് വരത്തില്ല. ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണും. നമ്മൾ നല്ല വിശ്വാസിയായിരിക്കാം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്നതായിരിക്കാം. പല കാര്യങ്ങളിലും നമുക്ക് പരിമിതികളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അതൊക്കെ നമ്മുടെ സ്വകാര്യതയിലേക്ക് മാറ്റിവെച്ച്, നമ്മുടെ പ്രാർത്ഥന രൂപയിൽ മാറ്റിവെച്ച് എപ്പോഴും നന്ദിയോടെ ഇരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയ, നമ്മുടെ ജീവിതം വിജയമാണ്. കൂമ്പാരമായി നമുക്ക് നന്മകൾ ലഭിച്ചിട്ട് അനുഗ്രഹം ലഭിച്ചു. പക്ഷെ നമ്മൾ ചില ആളുകളുടെ നേച്ചറാണ് എപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ പരാജയത്തിന്റെ കാരണം അവർ എന്ത് ചെയ്തു? പെറുപെറുത്തു. Let me tell you, be an attitude of gratitude all the time for small things, big things. That's what this scripture tells us. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. പൗലോസ് തെസ്സലോനിക്ക സഭയെ ഓർത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകമായി നന്ദി ദൈവത്തോട് പറയുന്നതും ആ സഭയ്ക്ക് നന്ദി പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. ഒന്ന് വായിക്കാമോ? എന്തൊക്കെയായിരുന്നു 3 കാര്യങ്ങൾ? വിശ്വാസത്തിന്റെ വേല. ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വർക്ക് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ വേല. എന്താണ് വിശ്വാസത്തിന്റെ വേല? വിശ്വാസത്തിന്റെ വേല എന്ന ഉദ്ദേശം എന്തായിരിക്കും? നമ്മൾ വിശ്വാസം കൊണ്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ വിശ്വാസത്തിന്റെ വേല എന്ന് തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുമ്പോൾ അത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് അത് പറയുന്നത്. വായിക്കേണ്ട 10ാം വാക്യത്തിൽ അതിന് ഉത്തരം കിടപ്പുണ്ട്. തെസ്സലോനിക്കയിലെ സഭ ഒരുപാട് വില കൊടുത്ത് വിശ്വാസത്തിൽ വന്നവരാണ്.
കുറെ യഹൂദന്മാരും യഹൂദ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിലേക്ക് വന്നവരും കുറേയേറെ പാഗൻ സിറ്റുവേഷൻസിന് ഇത്തരം മതങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലെ ഹൈന്ദവ മതത്തോട് സമാനമായ മത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരായിരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. അവർക്ക് പാരമ്പര്യ ആരാധനകളുണ്ടായിരുന്നു, സമ്പ്രദായങ്ങളുണ്ടായിരുന്നു, വിശ്വാസ സംഹിതകളുണ്ടായിരുന്നു, ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, പൂജകളുണ്ടായിരുന്നു, കെട്ടുപാടുകളുണ്ടായിരുന്നു എന്ന് വേണ്ട അങ്ങനെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ നുകത്തിൽ നിന്നും വന്നവരായിരുന്നു ആര് തെസ്സലോനിക്കയിലെ വിശ്വാസികളെന്ന് ഓർക്കണം. യഹൂദന്മാരും അവരും അവരുടെ മതത്തിൽ വലിയ പാരമ്പര്യത്തിലൊക്കെ വലിയ ഊറ്റം കൊള്ളുന്നവരൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഈ വലിയ മത പാരമ്പര്യത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ വെളി വരാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വലിയ വില കൊടുത്ത് വലിയ ത്യാഗം സഹിച്ച് വിശ്വാസത്തിൽ വന്നവരായിരുന്നു തെസ്സലോനിക്കയിലെ വിശ്വാസികൾ. ഞാനിത് സംസാരിക്കുമ്പോൾ മാധ്യമത്തിലൂടെയും എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പശ്ചാത്തലം എനിക്കറിയില്ല, വില കൊടുത്തു വന്നവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൻ്റെ ഒരുപാട് വൈമുഖ്യങ്ങളും നൊമ്പരങ്ങളും പ്രതികൂലങ്ങളൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് വന്നവരുണ്ടാകാം. അവരെ ഓർത്ത് പൗലോസ് താങ്ക് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ആത്മീക മർമ്മം കൂടെ ഉണ്ട്. നമ്മൾ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വന്നു, ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. അത്തരമുള്ള ഒരു ആഴമേറിയ തീരുമാനങ്ങളിലും ഉറച്ച നിലപാടുകളിലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുകൂടെ ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും, അല്ലേ? ഇപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പെന്തക്കോസ് വിശ്വാസത്തിന്റെ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ എത്തി നിൽക്കുകയാണ് നമ്മൾ. നമ്മുടെ പിതാക്കന്മാർ എടുത്ത ആത്മീയ നിലപാടുകളും നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത വിലയും തത്തുല്യമായ വില കൊടുക്കുവാൻ നമുക്ക് ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാകില്ല. എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങൾ അധികം കാണുന്നില്ല. ഒരുപക്ഷെ ഈ വാക്യമൊക്കെ അവരോടുകൂടെ ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ജനറേഷൻ മാറി വരുമ്പോൾ വിശ്വാസത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നില്ലെന്ന യാഥാർത്ഥ്യമല്ലേ? അല്ലേ? നമ്മുടെ പിതാക്കന്മാർ കൊടുത്തുപോലെ കടന്നുപോയതുപോലെ ഒരു സാഹചര്യമാണ് നമ്മൾ നേരിടേണ്ടി വരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അന്നത്തെ സാഹചര്യമായിരിക്കില്ല ഇന്ന് നാം അഭിമുഖീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, നമ്മൾക്കും നമ്മുടേതായ ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആത്മീക പാതകൾ പിന്നിടേണ്ടി വരുന്നുണ്ട്, മുന്നോട്ട് പോകേണ്ടി വരുന്നുണ്ട്. ഞാൻ പിന്നിട്ട പാതയായിരിക്കില്ല നിങ്ങൾ പിന്നിടുന്നത്, ഞാൻ പോകേണ്ട വഴി ആയിരിക്കില്ല നിങ്ങൾ പോകേണ്ടത്. എന്നൊരു കാര്യം വാസ്തവമാണ്, വിശ്വാസത്തിനു വേണ്ടി നാം പോരാട്ടം കഴിക്കണം. ഈ രാജ്യത്തെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി വലിയ പോരാട്ടം കഴിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദ വർക്ക് ഓഫ് ഫെയ്ത്ത്. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ്, സ്നേഹത്തിന്റെ ദ ലേബർ ഓഫ് ലവ്. അപ്പൊ മൂന്ന് കാര്യത്തിന് വേണ്ടി പൗലോസ് തെസ്സലോനിക്ക സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതും ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ഒന്ന് എന്തായിരുന്നു? വിശ്വാസത്തിന്റെ വേല. രണ്ട്, സ്നേഹത്തിന്റെ പ്രയത്നം, സ്നേഹപ്രയത്നം. എന്താണ് സ്നേഹപ്രയത്നം എന്ന് പറയുന്നത്? സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രവൃത്തി. ഓക്കെ, കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്താലും അത് തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം. ഓക്കെ, കർത്താവിനുള്ള ആഴമുള്ള സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം. നമുക്ക് പേര് കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി കിട്ടാനോ മൈലേജ് കിട്ടാനോ ഒന്നും ആയിരിക്കരുത് നാം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, കർത്താവിലുള്ള സ്നേഹമാകണം നമ്മുടെ എല്ലാം.
നമ്മുടെ എല്ലാം ഇവിടെ ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിയാണ്. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അവിടെ എൻ്റെ ഹൃദയം അവരോട് പങ്കുവയ്ക്കാൻ സാധിക്കും. ഞാൻ വർഷങ്ങളായി ഒരു 30 വർഷമായി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കിൽ യൂസിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. സോ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ ചർച്ചിലെ ടീനേജേഴ്സ് 4 പേര് സ്നാനപ്പെട്ടു. എൻ്റെ ഹൃദയം വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന ഫിലോസഫിയോ നമ്മൾ പറയുന്ന ഡോക്ട്രിൻസോ ഡോഗ്മാസോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് കർത്താവിനുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തിലേക്ക് അവരെ നാം കൊണ്ടുവരുവാൻ ശ്രമിക്കണം. അല്ലാതെ നാം അവരെ നമ്മുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാം അവരെ ഡൗൺലോഡ് ചെയ്യുന്ന പോരാ. യേശുവിനോട് വലിയ സ്നേഹത്തിൽ യേശുവിനെ സ്നേഹിപ്പാൻ, അവിടെ എല്ലാമായി യേശുവിനെ തിരിച്ചറിയുക, മനസ്സിലാക്കുവാൻ നാം അവരെ ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് ഒരു നാളും അവർ യേശുവിനെ വിട്ട് അവരെന്ത് ചെയ്തില്ല, പുറകോട്ട് പോകത്തില്ല. അവിടെ അപ്പനായി, അവിടെ സഹോദരനായി, സഹോദരിയായി, അവിടെ എല്ലാമായി യേശുവിനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ശുശ്രൂഷ വിജയിച്ചു. പ്രിയരെ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഡിഫറൻറ്റ് സ്റ്റേജസിൽ നാം ഇടപെടുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ സ്നേഹം എന്ത് ചെയ്യട്ടെ, നിഴലിച്ച് നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ നാം കാണുന്നു സ്നേഹത്തിൻ്റെ പ്രയത്നം. കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിന്ന് ആകട്ടെ. യോഹന്നാന്റെ സുവിശേഷം നാം വായിച്ചു വരുമ്പോൾ അവിടെ പത്രോസിനോട് കർത്താവ്, നമുക്കറിയാം പത്രോസും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പത്രോസും മറ്റു ശിഷ്യന്മാരും എന്ത് ചെയ്യുന്നു, തങ്ങൾ എടുത്തു വന്ന തൊഴിലിലേക്ക് മടങ്ങുന്നു, മീൻപിടുത്തത്തിലേക്ക് മടങ്ങുന്നു, ഒരർത്ഥത്തിൽ ഒരു പിന്മാറ്റത്തിലേക്ക് മടങ്ങുന്നു. എന്നാൽ കർത്താവ് അവരെ സ്നേഹിച്ച് എന്ത് ചെയ്യുന്നു, ആ തിബരിയാസ് കടൽക്കരയിലേക്ക് യേശു കടന്നു വരികയാണ്. അതിനുശേഷം അവർക്ക് പ്രാതൽ ഒരുക്കി വെച്ച് അവരെ പ്രാതലിന് ക്ഷണിച്ചിട്ട് പത്രോസിനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് അതിന് ഉവ്വ് കർത്താവ് എന്ന് മറുപടി പറയുന്നു. സെക്കൻഡ് ടൈം അതേ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു. പത്രോസ് കൊടുത്ത മറുപടി എന്തായിരുന്നു? ഉവ്വ് കർത്താവ്. മൂന്നാമത്തെ പ്രാവശ്യം പത്രോസിനോട് ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ് തകർന്നു പോകുന്നുണ്ട്. സകലവും നീ അറിയുന്നു. അടുത്ത കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? അടുത്ത വാക്യം അതെ, എൻ്റെ ആടുകളെ മേയ്ക്കുക. ഡു മൈ വർക്ക്, ടെൻഡ് മൈ ഷീപ്പ്. എൻ്റെ ആടുകളെ മേയ്ക്കുക. നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വേല ഏതെങ്കിലുമൊക്കെ ചെയ്യുവാൻ ഉള്ള ഒരു സമർപ്പണം നമുക്ക് ഉണ്ടാകും. കർത്താവിനെ സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, കർത്താവിനെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനല്ല അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ 2 കാര്യം ഓർക്കണം. 1, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. 2, കർത്താവിൻ്റെ വേല ഏതെങ്കിലും തരത്തിൽ ആ നുകം നാം വഹിക്കുന്നവർ ആകണം. അതല്ലാതെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. എനിക്കറിയത്തില്ല ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു, നമുക്ക് സമർപ്പണമുണ്ടെങ്കിൽ, നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ആ നുകം ചുമക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തരും. അവൻ നമ്മെ അനുവദിക്കും. വിശ്വാസമുണ്ട്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. 100% ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, നമുക്കതിനുള്ള സമർപ്പണമുണ്ടെങ്കിൽ, കർത്താവ് നമ്മെ അതിനുവേണ്ടി ആ നുകം നമ്മുടെ കയ്യിൽ കർത്താവ് തരും. ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയായിരുന്നു, അരാമ്യ സൈന്യം നയമാന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ച് ഈ സാധുവായ പെൺകുട്ടിയെ അടിമയായി അരാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നയമാന്റെ വീട്ടിലെ വേലക്കാരിയായി ആ സാധുവായ പെൺകുട്ടി അവിടെ ജോലി ചെയ്യുകയാണ്. അവൾക്ക് കാര്യമായ വിദ്യാഭ്യാസമില്ല, അറിവില്ല. അവൾ ആ വീട്ടിൽ, ആ സ്ഥാപനത്തിൽ ഒരർത്ഥത്തിൽ അവൾ അവിടെ അടിമയായി കഴിയുകയാണ്, വീട്ടുവേലക്കാരിയായി കഴിയുകയാണ്. അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അവളുടെ പേര് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവൾ ആയിരിക്കുന്ന ആ ഭാഗം ഒന്ന് മനസ്സിലാക്കണം. അവൾ ആയിരിക്കുന്നത്
അവൾക്കെതിരായി, അവളുടെ കുടുംബത്തിനെതിരായി, അവളുടെ സമൂഹത്തിനെതിരായി, അവളുടെ വിശ്വാസത്തിനെതിരായി സകല അട്രോസിറ്റിയും അഴിച്ചുവിട്ട ശത്രു രാജ്യത്തിന്റെ ഒരു കമാൻഡറിന്റെ വീട്ടിലാണ് താൻ വീട്ടുവേലക്കാരിയായി താൻ ചെന്നെത്തപ്പെട്ടിരിക്കുന്നത്. അവളെ സംബന്ധിച്ചോളം നല്ല റിവെഞ്ച് എടുക്കുവാൻ ഏറ്റവും നല്ല സാഹചര്യമാണ്. എന്നാൽ അവിടെ എല്ലാം മറന്നേക്കുക അല്ലേ. തന്റെ യജമാനന് കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ അവനതിരിക്കട്ടെ എന്നേ നമ്മുടെ മനസ്സ് പറയത്തുള്ളൂ. എന്നാൽ അവൾക്കെതിരായി, അവളുടെ കുടുംബത്തിനെതിരായി, അവളുടെ സമൂഹത്തിനും രാജ്യത്തിനെതിരുമായി അട്രോസിറ്റി അഴിച്ചുവിട്ട ആ ശത്രു രാജ്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫിന്റെ വീട്ടിൽ അവളായിരിക്കുമ്പോൾ അവൾ പ്രതികാര ബുദ്ധി അല്ല അവിടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് പറയുകയാണ്? ഇസ്രായേലിൽ എന്തുണ്ട്? ഒരു പ്രവാചകനുണ്ടെന്നറിയണം. അവിടെ ചെന്നാൽ എൻ്റെ യജമാനൻ സൗഖ്യം കിട്ടുമെന്നറിയണം. പ്രിയരെ, സ്തോത്രം. എല്ലാ പകയും വിദ്വേഷവും എല്ലാം മാറ്റിവെച്ച് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നാം അറിയാതെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു പെടും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത് എന്നോട് കൂടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയുള്ള ടീച്ചിങ് കൂടെയാണ്. എന്താണ് നമുക്ക് ആവശ്യം പ്രിയരെ? കർത്താവിനുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിദ്വേഷവും പകയും എല്ലാം മാറ്റിവെച്ച് സ്തോത്രം കർത്താവെ അങ്ങ് പറയുന്നത് ചെയ്യുവാൻ, അങ്ങ് ിടത്ത് പോകുവാൻ, അങ്ങയുടെ കണ്ണായി, അങ്ങയുടെ കാതായി, ആമേൻ, അങ്ങയുടെ ഇന്ദ്രിയങ്ങളായി കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ പ്രിയരെ, നിങ്ങൾ ഒരു അന്യരാജ്യത്ത് ആണെന്നുള്ള ഭീതി ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ ദൈവവൈതൽ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതെങ്കിൽ പ്രിയരെ, അതിന്റെ മുകളിലാണ് നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി എന്ന് ഇന്ന് രാത്രികാലം നാം തിരിച്ചറിയണം. ആത്മാർത്ഥം ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് എന്താണ് എന്റെ സ്ഥാപനത്തിൽ ചെയ്യാനുള്ളത്? ഞാൻ ഈ രാജ്യത്ത് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വിശേഷിച്ച് ഈ പേര് പറയുന്നത് ശരിയല്ലല്ലോ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്നുള്ള ചിന്തയായിരിക്കാം. നമുക്കിവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷെങ്കിൽ നാം സേവിക്കുന്ന ദൈവം സകല ജനത്തെയും സകല ജഡത്തിന്റെയും ദൈവമാകുന്നു, സകലരെയും സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ആമേൻ, സ്തോത്രം. അവന്റെ പ്രവൃത്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. കർത്താവ് ഇന്ന് ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മിലൂടെയാകുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഒന്നുകൂടെ കടത്തി പറയണം, അത് എന്നിലൂടെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് നമ്മുടെ കണ്ണായി, നമ്മുടെ കാതായി, നമ്മുടെ കരമായി, നമ്മുടെ കാലായി, ഈ നമ്മൾ ആക്കിയിരിക്കുന്ന ഈ രാജ്യത്ത് കർത്താവിന്റെ വക്താക്കളായി ഞങ്ങൾ നടക്കുന്ന പാതകളിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ കർത്താവിന്റെ അഭിഷിക്ത പാത്രമായി ദൈവം നിങ്ങളെ ഈ ദേശം ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. അനേക ദൈവദാസന്മാർക്ക് കാലുകുത്തുവാൻ ഭാഗ്യം ലഭിച്ച മണ്ണാണിത്. അനേക ദൈവദാസന്മാരെ, ദൈവസഭകളെ അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥന കൊണ്ടും റിസോഴ്സ് കൊണ്ടും അനുഗ്രഹിക്കുന്ന നാടാണിത്. അതുകൊണ്ട് സ്തോത്രം, ദൈവദാസന്മാർ നിശ്ചയമായി ദൈവദാസന്മാരുടെ സഭകളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെയുണ്ട്. ഒറ്റ കാര്യം, സ്തോത്രം, നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ചെവി ഓപ്പൺ ആയിരിക്കട്ടെ, ഹൃദയം തുറന്നിരിക്കട്ടെ. കർത്താവേ, സ്നേഹത്തെ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ, എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുവാൻ കർത്താവെ എന്നെ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അറിയാത്ത മേഖലകളിൽ, നിങ്ങൾ ചിന്തിക്കാത്ത വഴികളിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കഴിവുള്ളവരെ കൊണ്ടല്ല, അറിവുള്ളവരെ കൊണ്ടല്ല. കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്യുന്നത് സമർപ്പണമുള്ളവരെ കൊണ്ടാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരെ, സ്നേഹത്തിന്റെ പ്രയത്നം. മൂന്നാമത്, പ്രത്യാശയുടെ സ്ഥിരത. ഒന്നാമതായി തെസ്സലോനിക്ക സഭയെ ഓർത്ത് പൗലോസ് സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തിനു വേണ്ടിയായിരുന്നു? വിശ്വാസത്തിന്റെ വേല. മീനിങ് അവർ വലിയ വില കൊടുത്താണ് കർത്താവിന് വേണ്ടി വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വച്ചത്. ആമേൻ. അത് ആ വില കൊടുത്ത വിശ്വാസം, അവർ കടന്നു വന്ന പാതകൾ, ആമേൻ, വില കൊടുത്ത വിശ്വാസത്തിൽ വന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട്, സ്നേഹത്തിന്റെ
പ്രയത്നം, കർത്താവിന് വേണ്ടി അവർ തങ്ങളെ തന്നെ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നത് ഓർത്ത് പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമതായി പൗലോസ് പറയുകയാണ് എന്ത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരത, ഹോപ്പ്. അതിനകത്ത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, പേഷ്യൻസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ്. പെർസിക്യൂഷൻ ഉള്ളിടത്ത്, പ്രതിസന്ധി ഉള്ളിടത്ത്, പ്രശ്നമുള്ളിടത്ത് ഒരു ദൈവവൈതലിന് തളർന്നു പോകാൻ കഴിയത്തില്ല. എന്താ കാരണം? പറഞ്ഞാട്ടെ. നമുക്കൊരു പ്രത്യാശയുണ്ട്. എല്ലാവരും പറയും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശ എന്തിലാ? നമ്മുടെ പ്രത്യാശ ഭരണം മാറി വരുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ യേശു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ആ കൂട്ടത്തിൽ ഇംഗ്ലീഷ് പദം വളരെ ശ്രദ്ധേയമാണ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിലുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസം. അവിടെ മറ്റൊരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്നത് ഒരു വൺസ് ഇൻ എ ടൈം ഇൻസ്റ്റൻസ് അല്ല. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? കാത്തിരിക്കണം. ചില കാര്യങ്ങൾക്ക് മറുപടി പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെങ്കിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഹോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് എന്ത് വേണം? പേഷ്യൻസ് വേണം. നമുക്ക് ഹോപ്പ് ഉണ്ട്, പക്ഷെ ഇതില്ല, പേഷ്യൻസ് ഇല്ല. ഹോപ്പ് ഉണ്ട്, പക്ഷെ എന്തില്ല? പേഷ്യൻസ്. കർത്താവ് കാര്യം ചെയ്യും, എല്ലാം നടത്തി തരും എന്ന വിശ്വാസമുണ്ട്, പക്ഷെ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? ശരിയല്ലേ? റൈറ്റ്? അപ്പോൾ ഹോപ്പ് എന്ന വാക്ക് ഉണ്ടെങ്കിൽ, പ്രത്യാശ എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം എന്താണ്? പറഞ്ഞാട്ടെ, പേഷ്യൻസ് ആണ്. ഒന്നുകൂടെ ആ ഭാഗത്ത് നിൽക്കട്ടെ. ഇത് നമുക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു ചിന്തയാണ്. നമുക്ക് പ്രത്യാശയുണ്ട്, കർത്താവ് നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയം ചെയ്തു തരും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും എന്ന വിശ്വാസമുണ്ട്. എന്നാൽ അത് നീണ്ടുപോകുമ്പോൾ, പ്രാർത്ഥനകൾ നീണ്ടുപോകുമ്പോൾ, ഉത്തരം കിട്ടുന്ന നീണ്ടുപോകുമ്പോൾ നമ്മൾ അക്ഷമരായിത്തീരും. നമ്മുടെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കും. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഇടിവ് സംഭവിക്കും. എന്നാൽ ദൈവം പറയുന്നു, ഹോപ്പിന്റെ പുറകിൽ എന്തുകൂടെ ഉണ്ട്? പറഞ്ഞേ, പേഷ്യൻസോടെ ഉണ്ട്. പേഷ്യൻസ് ഉണ്ടേലേ ഹോപ്പിന്റെ കാര്യമുള്ളൂ. എന്നാന്നറിയാമോ? ആ ഹോപ്പ് എന്ന് പറയുന്നത് എന്തിലാണ് നമ്മുടെ ഹോപ്പ് ഇരിക്കുന്നത്? കർത്താവിലാണ് നമ്മുടെ ഹോപ്പ് ഇരിക്കുന്നത്. അത് തന്നെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാന്നറിയാമോ? കർത്താവ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അർത്ഥമുണ്ട്. എന്തുണ്ട്? കർത്താവ് ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു പ്രതീക്ഷയുണ്ട്. സ്തോത്രം. യേശു മരിച്ച് അടക്കപ്പെട്ട് മൺമറഞ്ഞ ഒരു ദൈവമല്ല, ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നാം മൺമറഞ്ഞ ഒരു ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത്. ആമേൻ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും അവൻ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ആ പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് പ്രത്യാശയാണ്, ഹോപ്പാണ് കേട്ടോ. റിസറക്ഷൻ ഹോപ്പാണ്. 3 വർഷം മുമ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. 3 വർഷം മുമ്പ് ഞാൻ തകർന്നു പോയ സന്ദർഭങ്ങളായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നാളുകളോളം എനിക്ക് പ്രസംഗിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം തളർന്നുപോയ സന്ദർഭങ്ങൾ. എന്നാൽ എന്നെ പിടിച്ചു നിർത്തിയത്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന ഹോപ്പാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയ പ്രസംഗിക്കുന്നത് മിറക്കിൾസിനെ കുറിച്ചാണ്. ഇന്ന് എനിക്ക് അവസരം കിട്ടിയ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവം നല്ലവനാണെന്നാണ്. ഇന്ന് എനിക്ക് അവസരം കിട്ടിയ ഞാൻ പ്രസംഗിക്കുന്നത് ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെന്നാണ്. ഇന്ന് ഞാൻ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രസംഗിക്കുന്നത് ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണെന്നാണ്. പ്രൈസ് ബി ടു ഗോഡ്. ജീവിതത്തിൽ ഏറ്റവും വലിയ നൊമ്പരത്തിന്റെ പാതകളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് എങ്ങനെ അത് പറയുവാൻ സാധിക്കും? എനിക്ക് രോഗസൗഖ്യം ഏറ്റവും ആവശ്യമായിരുന്ന ഘട്ടത്തിൽ, എൻ്റെ ലൈഫിൽ രോഗസൗഖ്യം ഏറ്റവും ആവശ്യമായിരുന്ന ഘട്ടത്തിൽ അത് കിട്ടാതെ പോയി.
പോയ മനുഷ്യന് എങ്ങനെ രോഗശാന്തിയെക്കുറിച്ച്, രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിയും? ഒരു മിറക്കിൾ ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള മിറക്കിൾ കിട്ടാതെ പോയ ഒരു മനുഷ്യന് എങ്ങനെ മിറക്കിളിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ സാധിക്കും? ജീവിതത്തിൽ ഏറ്റവും നൊമ്പരം അനുഭവിക്കുന്ന മനുഷ്യന് യേശു നല്ലവനെന്ന് എങ്ങനെ പ്രസംഗിക്കാൻ സാധിക്കും? ഇന്ന് രാത്രി ഞാനത് പ്രസംഗിക്കുന്നു. യേശു നല്ലവനാണ്, യേശു മാത്രം നല്ലവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു മിറക്കിൾ ചെയ്യുന്നവനാണ്, യേശു സൗഖ്യമാക്കുന്നവനാണ്, യേശു ഏത് രോഗത്തിനും സൗഖ്യം നൽകുവാൻ പര്യാപ്തനായ ദൈവമാണ്. യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു ഇന്നും അത്ഭുതം ചെയ്യുന്നവനാണ്, യേശു നാളെയും അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളല്ല യേശു ആരാണ്, ദൈവം ആരാന്ന് ഡിഫൈൻ ചെയ്യുന്നത്. സ്തോത്രം. ദൈവം ആരെന്ന് തെളിയിക്കുവാൻ ദൈവവചനം മാത്രം മതി. ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രത്യാശയാണ് ആമേൻ. ആ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത്, സ്തോത്രം, നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട ക്രിസ്തുവിൽ ഉറങ്ങുന്ന പ്രിയപ്പെട്ടവരെ നാം കാണുന്ന ഒരു സുദിനമുണ്ട്. ഒരു മതത്തിനും ഒരു വിശ്വാസ സംഹിതയ്ക്കും ഒരു തത്വചിന്തകൾക്കും നമുക്ക് ആശ്വാസം തരുവാനോ നമ്മെ ധൈര്യപ്പെടുത്തുവാനോ ഒന്നും സാധിക്കാതിരിക്കുമ്പോൾ ദൈവവചനത്തിൽ മാത്രമേ നിത്യമായ പ്രത്യാശ നമുക്ക് തരികയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാധ്യമത്തിലൂടെ, യൂട്യൂബിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് താൽക്കാലികമായ ദുഃഖങ്ങളുണ്ടെന്ന് വന്നേക്കാം, താൽക്കാലികമായ പ്രതിസന്ധികളും നിരാശകളും നമ്മെ വേട്ടയാടുന്നു എന്ന് വന്നേക്കാം. എന്നാൽ ആത്യന്തിക വിജയം ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. ആത്യന്തിക വിജയം നമ്മുടേതാണ്. നമ്മുടെ യുദ്ധം ഓൾറെഡി ജയിച്ചിരിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചിരിക്കുകയാണ്. നാം ആ പാത പിന്തുടരേണ്ട കാര്യമേ ഉള്ളൂ. കർത്താവ്, he has won the victory, he has won the battle, we are in the victor's side. 3 കാര്യം നാം കണ്ടു. തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി, സഭയെ ഓർത്ത് പൗലോസ് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ നന്ദി പറയുന്ന 3 കാര്യങ്ങൾ. 1, അവർ വിശ്വാസത്തിന് വേണ്ടി എടുത്ത ധീരമായ സ്റ്റെപ്പുകൾ. 2, കർത്താവിന് വേണ്ടി അവർ ചെയ്യുന്ന സ്നേഹത്തിന്റെ പ്രയത്നം. 3, പ്രതിസന്ധിയിൽ തളരാതെ, പെർസിക്യൂഷനിൽ തളരാതെ, കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച് നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൽ മാത്രം പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകുന്ന അനുഭവം. ആ ഭാഗത്ത് ഒന്നുകൂടെ ഞാൻ നിൽക്കട്ടെ. നമ്മുടെ പ്രത്യാശ വ്യർത്ഥമല്ല. നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ മാനിക്കുന്ന ദൈവമുണ്ട്. ശത്രുക്കളുടെ മുമ്പാകെ, നമ്മെ നിന്ദിക്കുന്നതിന് മുമ്പാകെ, നമ്മെ പകയ്ക്കുന്നതിന് മുമ്പാകെ നമ്മെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല, നാം എടുത്തു വെച്ച ചൂടുകൾ വ്യർത്ഥമല്ല, നാം ഇറങ്ങിത്തിരിച്ച വഴി വ്യർത്ഥമല്ല, നാം ഇറങ്ങിത്തിരിച്ച മാർഗം വ്യർത്ഥമല്ല. നമ്മെ ഉയർത്തുന്ന, മാനിക്കുന്ന, തക്ക സമയത്ത് ഉയർത്തുവാൻ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ നമ്മെ ഉയർത്തുന്ന ഒരു സുദിനം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വീണ്ടും സ്തുതിക്കാം. താഴോട്ട് വായിക്കാം. 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അഞ്ചാമത്തെ വാക്യം തുടങ്ങിയപ്പോൾ എന്റെ ശ്രദ്ധ പിടിച്ചു ഒരു പദപ്രയോഗം അവിടെയുണ്ട്. ഞങ്ങളുടെ സുവിശേഷം. ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം ആരുടെയാ? സുവിശേഷം ആരുടെയാ? സുവിശേഷം ആരുടെയാ? നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നില്ലെന്നും. സുവിശേഷം ആരുടെയാ? കറക്റ്റ്. സുവിശേഷം കർത്താവിനെ കുറിച്ചുള്ളതാ. വായിക്കണ്ട. റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ സുവിശേഷം ആരെ കുറിച്ചുള്ളതാണ്? സുവിശേഷം യേശുവിനെ കുറിച്ചുള്ളതാണ്. സുവിശേഷം. 2, സുവിശേഷം ആരാണ്? യേശു തന്നെ എന്താണ്? സുവിശേഷമാണ്. സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഇവിടെ 5-ാം വാക്യം തുടങ്ങുന്ന പൗലോസ് എന്താ പറഞ്ഞോണ്ടാ?
ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അഥവാ യേശുക്രിസ്തുവാകുന്ന സുവിശേഷം. ഇപ്പൊ പൗലോസ് പറയും ഇത് പാടിയാ, എല്ലാവരും പറഞ്ഞാട്ടെ, ഇത് ഞങ്ങളുടെ സുവിശേഷം. അതെങ്ങനെ യേശുക്രിസ്തുവാകുന്ന സുവിശേഷം ഞങ്ങളുടെ സുവിശേഷമായ എങ്ങനെയാണ്? ഇതൊരു കോർപ്പറേറ്റ് ഡയമെൻഷൻ ആണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആരേറ്റെടുത്തു? ശിഷ്യഗണങ്ങൾ ഏറ്റെടുത്തു, അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു, ദൈവസഭ ഏറ്റെടുത്തു. സുവിശേഷത്തിന്റെ സുവിശേഷീകരണം, സുവിശേഷം ആരേറ്റെടുത്തു? ദൈവസഭ ഏറ്റെടുത്തു, അപ്പോസ്തലന്മാർ ഏറ്റെടുത്തു. ഞങ്ങളുടെ സുവിശേഷമായി മാറി. എന്നാൽ ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായത്തിൽ ഒരാൾക്ക് റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യവും മറ്റൊരാൾക്ക് 2 തിമോത്തിയോസ് 2-ന്റെ 8-ഉം 9-ഉം വാക്യം ഒന്ന് വായിക്കാം. പെട്ടെന്ന് വായിക്കണേ. ആ ആ ആ ആ ഒരു നിമിഷം തന്നെ എന്താ വായിച്ചേ? എന്റെ 2 തിമോത്തിയോസ് 2-ന്റെ 8-ഉം 9-ഉം വാക്യം വായിച്ചേ. ഇവിടെ വായിച്ച എന്തുവാ? സുവിശേഷം ആരുടെയാണ്? യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം. അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പൊതുവായി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ സുവിശേഷം. ഇപ്പൊ പൗലോസ് പറയുന്നു ഇത് എന്റെ സുവിശേഷം. ഇതിൻ്റെ അകത്തൊരു സ്പിരിച്വൽ ട്രൂത്ത് ഉണ്ട്. എന്നാ സ്പിരിച്വൽ ട്രൂത്ത് എന്നറിയാമോ? സുവിശേഷം കർത്താവിന്റെ മാത്രമായി നിൽക്കാനുള്ളതല്ല. പിന്നെയാ ഇത് എന്തുവാ? ഇത് നമ്മുടെ പേഴ്സണലൈസ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായോ? സുവിശേഷം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ സുവിശേഷം കേവലം പ്രസംഗിക്കുന്നത് മാത്രമല്ല, നാം വിളിച്ചു പറയുന്നത് മാത്രമല്ല, നാം തന്നെ നമ്മുടെ ജീവിതം എന്തായി മാറണം? സുവിശേഷമായി മാറണം എന്നാണ് ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇന്ന് ക്രൈസ്തവ ഗോളത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പരാജയം എന്തെന്നറിയാമോ? നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നില്ല, അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് എന്തില്ല, നാം ജീവിക്കുന്ന കോണ്ടെക്സ്റ്റിൽ, നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മെ നോക്കി മറ്റുള്ളവർക്ക് പറയാൻ കഴിയുന്നില്ല ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണെന്നോ, ഇവൻ സാക്ഷാൽ ജീവിക്കുന്ന ദൈവത്തിലാണെന്നോ മറ്റുള്ളവർക്ക് പറയാൻ. അതാണ് ഇപ്പോൾ നമുക്ക് ക്രിസ്തീയ ഗോളത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ പരാജയം. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്, ഒന്ന്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം ദൈവസഭ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഏറ്റെടുത്ത് സുവിശേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു സുവിശേഷമായി മാറണം. നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ സ്വന്തം നമ്മുടെ മാതൃരാജ്യത്ത് സുവിശേഷം വന്നിട്ട് ഏകദേശം 2000 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും എന്തില്ല സുവിശേഷം വേണ്ട രീതിയിൽ പ്രചരിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? എന്തുകൊണ്ടാ? ടെക്നോളജി വർദ്ധിക്കാനായിട്ടല്ല, ഫിനാൻഷ്യൽ റിസോഴ്സ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. പലർക്കും ക്രൈസ്തവരെന്ന് പേരെടുക്കുന്ന പലർക്കും ഇന്ന് ജീവിതത്തിലൂടെ യേശുവിന്റെ സുവിശേഷം എക്സിബിറ്റ് ചെയ്യുവാൻ, എഴുതുവാൻ, പ്രചരിപ്പിക്കുവാൻ കഴിയുന്നില്ല. പ്രിയരെ, ഇന്ന് എന്നെ കേൾക്കുമ്പോൾ, ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവേ, എൻ്റെ ജീവിതം ഒരു സുവിശേഷമായി മാറണം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോളേജിൽ പോയി പ്രസംഗിക്കേണ്ട, അത് നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഒരുപക്ഷെ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സുവിശേഷം പറയാനോ ട്രാക്റ്റ് കൊടുക്കുവാനോ പോലും സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങളെ കാണുന്നവർക്കറിയണം, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. ഖത്തറിൽ ജീവിക്കുന്ന നിങ്ങൾക്കും അത് സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ, സ്ഥാപനങ്ങളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാനോ ഒരു ടാക്സി കൊടുക്കാനോ സുവിശേഷം പറയാനുള്ള സാഹചര്യമൊന്നും ഇല്ലെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ യു ക്യാൻ ബി എ ഗോസ്പൽ ക്യാരിയിങ് ദ ലവ് ഓഫ് ജീസസ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അത് സാധിക്കും.
നിശ്ചയമായി സാധിച്ചിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ദൈവം നിങ്ങളെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, പൗലോസ് പറയാണ്, യേശുക്രിസ്തുവിന്റെ സുവിശേഷം, പൗലോസ് പറയുന്നത് ഞങ്ങളുടെ സുവിശേഷമാകുന്നു. എന്നാൽ താൻ മറ്റൊരു അവസരത്തിൽ പറയുകയാണ്, ഇത് എന്റെ സുവിശേഷം, എന്റെ സുവിശേഷം. ഈ സുവിശേഷം, യേശുക്രിസ്തുവാകുന്ന സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള സന്ദേശം, അത് എന്റേതായി തീരുമ്പോൾ, അത് ഞാനായി തീരുമ്പോൾ, ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ യേശുവിന്റെ നാമം ഉയർത്തപ്പെടും, യേശുവിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് യേശുവിനെ പറഞ്ഞത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകല ജനവും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യേശു എങ്ങനെയാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത്? യേശുവിന്റെ സുവിശേഷത്തിന്, യേശുവിന്റെ ഉപദേശങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതം യേശുവിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ഉടച്ചു വാർക്കുമ്പോൾ, യേശുവിന്റെ ജീവിതം, സുവിശേഷം നമ്മുടെ ജീവിതത്തിലൂടെ വരച്ചു കാണിക്കുമ്പോൾ, അത് നമ്മുടെയും കൂടെ സുവിശേഷമായി മാറുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവവചന പഠനം നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിനും ഗുണീകരത്തിനും വിശ്വാസവർദ്ധനയ്ക്കും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. തൽക്കാലം ഈ ഭാഗത്ത് നാം വിരമിക്കുകയാണ്. ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സമയ ചുരുക്കത്താൽ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇത്രയും സമയം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ പഠനം, ചിന്തകൾ, വചനം നമ്മുടെ ഹൃദയത്തെ സ്റ്റിർ ചെയ്യട്ടെ, നമ്മെ എന്ത് ചെയ്യട്ടെ, ആഴത്തിൽ നമ്മെ സ്പർശിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ, നമ്മെ കർത്താവിനെ സ്നേഹിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.